ഹലോ ഗൈസ്, മലയാളം വീഡിയോയിലെ ഒരു ഫാൻ ബേസ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡിഫറെൻറ്റ് ഫാൻ ബേസ് ഉള്ള ഡിഫറെൻറ്റ് വെഹിക്കിളുകൊണ്ടാണ്. 2 ജപ്പാനും 3 ജർമ്മൻ വാഹനങ്ങളും. എല്ലാ വാഹനങ്ങൾക്കും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഫോർച്യൂണർ നോക്കുകയാണെങ്കിൽ 2014 2 വീൽ ഓട്ടോമാറ്റിക്, ഒരു റീപ്ലേസ്മെൻറ്റ് പോലില്ലാത്ത സിംഗിൾ ഓണർ വണ്ടി. ഓഫർ പ്രൈസാണ്, അത് നമ്മൾ ലാസ്റ്റ് പറയാം. അതുമാത്രമല്ല, പോളോ നോക്കുന്നവർക്ക് പെട്രോളും ഉണ്ട്, ഡീസലുണ്ട്. ഡീസലാണെങ്കിൽ മൈലേജ്, പെട്രോൾ ആണെങ്കിൽ മെയിൻ്റെനൻസ് കുറവ്. ഇനി BM നോക്കുകയാണെങ്കിലോ ചെറിയൊരു പ്രൈസിന് ഒറിജിനൽ കേരള വാഹനമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇന്നോവ നിർത്തുന്ന സമയത്തുള്ള 2016 മോഡൽ ഇന്നോവ, അതും 4 ക്രിസ്റ്റൻ്റെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റേതായുള്ള പ്രത്യേകതകളുണ്ട്. ഇനി നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടിയെത്താ ഇതൊക്കെ സ്വന്തമാക്കാൻ പറ്റുമെന്നാണ്. ബേജാറാവേണ്ട, മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. മാത്രമല്ല, ചെറിയ പ്രൈസിൽ ഈ വാഹനങ്ങളൊക്കെ അഫോർഡബിൾ പ്രൈസ് മാത്രം ആസ്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഓഫറാണോ അല്ലേ നിങ്ങൾക്ക് തീരുമാനിക്കാം. താഴെ കമൻറ്റ് ചെയ്തോളി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നേരെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മളെ ഫാദർ തന്നെയാണ്. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വാഹനങ്ങളൊക്കെ ഉള്ളത് ഒരു വീട്ടിലാണെന്ന് അറിയാം. അതിന് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. ഈ വീട്ടുകാര് നമ്മളെ മിഞ്ഞാന്ന് വിളിച്ചിട്ട് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ചെയ്യാനുണ്ട്, നല്ല വണ്ടികളാണ്, ക്വാളിറ്റി വണ്ടികളാണ്. മുന്നേ ചെയ്തിട്ടുണ്ട്. മുന്നേ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ അധികം പോളോ ആണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ കൂടി നമ്മൾ ഇന്ന് വന്നു നോക്കുമ്പോൾ കുറെ ഡിഫറെന്റ് പ്രേക്ഷകരെ ആവശ്യപ്രകാരം നമ്മൾ ബ്രാൻഡ് എത്തിയിട്ടുണ്ട്, BM എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനോവ ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നോക്കിയ സമയത്ത് വണ്ടികൾ ആദ്യം നമ്മൾ ജസ്റ്റ് നമുക്ക് ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ്. പിന്നെ ഇതിന് കുഴപ്പമുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ വെക്കാൻ സമ്മതിക്കൂല. അപ്പൊ ഇത്രയും നല്ല വണ്ടികളാണ് നമ്മൾ നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് കായംകുളം ഓച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഇവരുടെ നമ്പറൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾക്ക് എത്ര വണ്ടി സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ അതിൽ അറിയാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഇവര് ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും. ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ധൈര്യത്തോട് കൂടി മാത്രമേ വണ്ടി പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുള്ള ഗ്യാരണ്ടി ഇവർ കൊടുക്കുന്നതായിരിക്കും. ഈ വാഹനങ്ങൾക്കൊക്കെ ഏകദേശം ലോൺ കിട്ടാൻ സാധ്യത ഉണ്ടോ? പിന്നെ എല്ലാ വാഹനങ്ങൾക്കും ലോൺ കിട്ടും. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, അതർ സ്റ്റേറ്റ് വാഹനമാണ് ഈ വാഹനം, ആ തലക്കുള്ള ഇന്നോവയും. അപ്പൊ അതർ സ്റ്റേറ്റ് വാഹനങ്ങൾക്ക് നമ്പർ ആയ ശേഷം കേരള ബാങ്കുകൾ ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്പർ ആയതിനു ശേഷം ലോൺ കിട്ടൂലേ? ഓക്കെ, ലോൺ വേണ്ടവർക്ക് നമ്പർ ആക്കിയതിനു ശേഷം നമുക്ക് ലോൺ കൊടുക്കാം. ഈ 2 പോളും ഏകദേശം നല്ല സിവിൽ സ്കോറുള്ളവർക്കാണെങ്കിൽ ഫുള്ള് ലോൺ വേണമെങ്കിൽ സ്വന്തമാക്കി BM ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോൺ ചെയ്ത് കേരള വണ്ടിയാണ്. ഓക്കെ, അപ്പൊ വീഡിയോയിൽ ഒരു അവസാനം വരെ കണ്ടോളി. നമുക്ക് നേരെ ഡീറ്റെയിലേക്കാണ് കിടക്കാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഫാൻ ബേസിൽ ഒന്നാമൻ, പെർഫോമൻസിൽ ഒന്നാമൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഫോർച്യൂണർ വണ്ടികളിൽ ഒന്നാമൻ. ഇപ്പൊ BM ഫാൻ ബേസിൽ എന്താ കുറവുള്ളത്? അത് മാത്രല്ല, ഫോർച്യൂണർ ഫാൻ ബേസ് ഇത് ഇപ്പൊ ഒരു വലിയ ബൾക്കി വണ്ടി ആഗ്രഹിക്കുന്നവർ നോക്കുന്ന ഒരു വണ്ടി. തീർച്ചയായും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. തീർച്ചയായും ഒരു ഭാഗം റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാത്രമേ ഇതിന്റെ മാറിയിട്ടുള്ളൂ. അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നത് എങ്ങനെയുള്ള വണ്ടികൾ 90% വാഹനങ്ങൾക്കും മെയിൻ ഗ്ലാസ് എന്തായാലും മാറിണ്ടാവും. പിന്നെ ഇതിന്റെ ഡോറുകൾ, ഗ്ലാസുകൾ ഒക്കെ ഓക്കെയാണ്. ടയറാണ് ബ്രിഡ്ജിസ്റ്റോണിന്റെ ബ്രാൻഡഡ് ടയർ ഒരു 75% വരുന്നുണ്ട്. പുറമേ വരുന്ന വണ്ടികള് ഇത്രയും ക്വാളിറ്റിയിലെ ഒരു ചെറിയൊരു ഡെന്റ് പോലും കാണാൻ സാധിക്കുന്നില്ല. വളരെ റെയർ ആണ്. പുറമേ വരുന്ന വാഹനങ്ങളൊക്കെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. HR രജിസ്ട്രേഷൻ നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഒരു പ്രശ്നങ്ങളും ഇതിന് കാണുന്നില്ല. മെക്കാനിക്കലി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുമ്പോഴൊന്നും പ്രശ്നം കാണുന്നില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് വരുന്നവര് ഇത് ഫുള്ള് നോക്കി തൃപ്തിയായതിനു ശേഷം മാത്രമേ എടുക്കാൻ. മോഡല് എത്രയാണ്? ഇത് 2014 2 വീല് ഓട്ടോമാറ്റിക് വാഹനം. 14 2 വീൽ ഓട്ടോമാറ്റിക്, സിംഗിൾ ഓണർ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഹെഡ്ലൈറ്റ് വാഷർ ഒക്കെ വർക്കിംഗ് ആണ്. എല്ലാ ഭാഗം അത്യാവശ്യം നല്ല ക്വാളിറ്റി. കമ്പനി 10,000 സർവീസ് ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എത്രയാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് ഒരു 11.45 കൊടുക്കാം. ഓക്കെ, മാത്രല്ല ജെനുവിൻ കസ്റ്റമർ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തും കൊടുക്കാം അല്ലെ? ഈ വാഹനം നമ്പർ ആയതിന്റെ ശേഷം ഒരു 12 ലക്ഷം ലോൺ കിട്ടും. മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു പ്രൈസിന് 14 ഫോർച്യൂണർ എവിടെയെങ്കിലും NOC എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ അന്വേഷിച്ചോളൂ. അത് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടി കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമുക്ക് പെട്രോൾ പോളോ അന്വേഷിക്കുന്നവർക്ക് കുറച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ ഒരു പോളോ. 2 പോളോയും
രണ്ട് കാറ്റഗറി പെട്ട വണ്ടിയാണ്. തീർച്ചയായും കാണാൻ ഒരേപോലെ ആണെങ്കിലും ഇത് പെട്രോള് ഫുൾ ഓപ്ഷൻ, ഇത് ഡീസൽ ഫുൾ ഓപ്ഷൻ. രണ്ടിന്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഇത് നോക്കിക്കോളൂ. പെർഫോമൻസ് നോക്ക്, നാഫീസ് ബ്ലൂ എന്ന് പറഞ്ഞ ഒരു റയർ കളറാണ്. ഇത് ലിമിറ്റഡ് കളറാണ്, അതും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റെനൻസ് പോളോനെ അപേക്ഷിച്ച് പൊതുവെ കുറവായിരിക്കും. അത് മാത്രമല്ല അതിന്റെ കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രത്യേകത. അത് വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. മോഡൽ 2019 സിംഗിൾ ഓണർ മാത്രം ഉപയോഗിച്ചു. ഒരു 50% എന്ന് മാത്രം പറയാം. അതും വിത്ത് കമ്പനി അലോയ് വീലാണ്. ജസ്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ജസ്റ്റ് പോളിഷ് ചെയ്ത് ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. അത് പോളിഷ് ചെയ്ത് പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഈ വാഹനത്തിന്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ വരും. ക്ലൈമറ്റ് കൺട്രോൾ, AC, ടച്ച് സ്ക്രീൻ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് തുടങ്ങിയ സ്റ്റെബിലിറ്റി, പവർ കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം മൈലേജ് ലഭിക്കുന്ന ഒരു വണ്ടി. മൈലേജ് ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കരുത്. എന്നാലും ഒരു 14-15 മാത്രമേ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ് അടുത്ത് അറിയാണ്ട്. ഇത് നമുക്ക് ഒരു 6,95 അങ്ങ് കൊടുക്കാം. 6,90,000 കുറച്ചു കൊടുത്തൂടെ? ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആവും. പിന്നെ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം 6,95 അധിക പ്രൈസ് അല്ല. അത് മാത്രമല്ല 19 മോഡൽ 60 ഓടിയ സിംഗിൾ ഓണർ, ഏറ്റവും ഫുൾ ഓപ്ഷൻ പ്രൈസ് 6,95. അത് നെഗോഷ്യബിൾ ആണ്. ഫുള്ള് ലോണും കിട്ടും. നല്ല സിവിൽ ഉള്ളവർക്ക് ഫുള്ള് ലോൺ കിട്ടും. ഈ വാഹനത്തിന് ഇതാ ഈ കളറില്ലേ സെറാമിക് കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുത്ത വർഷം 25 മെയ് വരെ കമ്പനി വാറണ്ടി നിലനിൽക്കുന്ന വണ്ടിയാണ്. പിന്നെ ഇങ്ങോട്ട് നോക്ക്, നീ ഡാഷ് ക്യാമറ ഉണ്ട്. ഈ വണ്ടി എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആണ്. ധൈര്യത്തോട് കൂടെ എടുക്കും. അടുത്തായിട്ട് നമുക്ക് ഓഫറിൽ ഒരു ആൾട്ടോ മാത്രം സ്വന്താക്കുന്ന പ്രൈസിൽ ലോ കിലോമീറ്റർ പോളോ കൊടുത്താലോ? 2014 മോഡൽ 14 മോഡൽ അല്ലേ? കിലോമീറ്റർ ഡീസൽ ആവുമ്പോ സാധാരണ 14 അപേക്ഷിച്ച് ഒരുപാട് 1 ലക്ഷത്തിന്റെ മുകളിൽ എങ്ങനെ ഓടിയിട്ടുണ്ടാവും. ഇത് വെറും 80,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. അത് സർവീസ് റെക്കോർഡ് ഉള്ള ഡീസൽ വണ്ടി. ഡീസൽ വണ്ടി 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടാത്ത കുറവായിരിക്കും. തീർച്ചയായിട്ടും അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ടയർ എത്രയുണ്ട്? 80% ടയർ വരുന്നുണ്ട്. ഓപ്ഷൻ ഹൈലൈൻ തന്നെ ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നല്ല അലോയ് വീലൊക്കെ ചെയ്ത വണ്ടിയാണ്. കമ്പനി അലോയ് വീലൊക്കെ വരുന്ന വണ്ടിയാണ്. റിയർ വൈപ്പർ, ഡീഫോഗർ, അലോയ് വീല്, ഫുള്ള് കട്ട ടയർ വരുന്നുണ്ട്. സ്കേർട്ടിങ്, സ്പോയിലർ വരുന്നുണ്ട് ബാക്കിൽ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവർ വരുന്നുണ്ട്. കമ്പനി ടച്ച് സ്ക്രീന്, ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് വരുന്ന വണ്ടി അല്ലേ? കുഴപ്പമില്ലാത്തൊരു വണ്ടി. ഈ പ്രൈസിനെ അപേക്ഷിച്ച് ഒരു നല്ല വണ്ടി തന്നെ പറയാം. ഇതിന്റെ പ്രൈസ് ആണ് ഇനി അറിയേണ്ടത്, വേറെ ഒന്നും അറിയണ്ട. പ്രൈസ് ഈ വണ്ടി നമുക്കൊരു 3,90,000 രൂപക്കാണ്. 3,90,000 ലോൺ ഫുള്ളും കയറൂലേ? നല്ല സിവിൽ സ്കോർ ഉള്ള ലോണിന്റെ കാര്യം പ്രശ്നമല്ല. ഈ പറഞ്ഞ ലോണാണ് സെറ്റ് ചെയ്തത്. ഇനി അടുത്തായിട്ട് നമുക്ക് പ്രീമിയം സെഗ്മെന്റിലേക്ക് കടക്കാം അല്ലെ? ഒറിജിനൽ കേരള ഫാൻ ബേസ് ഉള്ള BM, അതും 320 അല്ലേ? 320 വൈറ്റ് കളർ റോഡ് പ്രസ് വൈറ്റ് കളറിൽ ഈ വാഹനം കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. വൈറ്റും ബ്ലാക്കും ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കളേഴ്സ്. നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കളർ. ഒറിജിനൽ കേരള 2930 ഫാൻസി നമ്പർ. യാതൊരുവിധ ആക്സിഡന്റോ റീപ്ലേസ്മെന്റും ഇല്ല. 13 മോഡലാണ്. തേർഡ് ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ലേ? ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. എന്തെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റും. പ്രീമിയം വണ്ടിയല്ലേ? ഒറിജിനൽ കേരള ആണെങ്കിൽ ഈ വീട്ടുകാരനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ചെറിയൊരു ഡെന്റ് കാണുന്നുണ്ടല്ലോ. അതിപ്പോ ഇവിടെ കേറിയ നേരത്ത് ഗേറ്റിന്റെ അവിടെ തട്ടിയതാണ്. അത് ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്കായി നീറ്റായിട്ട് കൊടുത്തൂടെ? അപ്പൊ ഈ വീട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇവർക്ക് ഇതിന്റെ A to Z കാര്യങ്ങൾ അറിയാം. കറക്റ്റ് ഇവർ സർവീസ് ചെയ്ത് ഉപയോഗിക്കുന്ന വാഹനമാണ്. ഇപ്പൊ മേജർ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവര് പറഞ്ഞത് ഈ വാഹനം എടുക്കുന്നവർക്ക് ഇതിന്റെ എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ 3 മാസത്തെ വാറണ്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട്. 3 മാസത്തെ? അതെ. 3 മാസത്തെ ചെക്കിംഗ് വാറണ്ടി കൊടുക്കാം. പിന്നെ അത് മാത്രമല്ല ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ തുടങ്ങുന്ന ഒരു വാഹനം കൂടിയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന, അത്യാവശ്യം മെയിൻ്റെനൻസ് കോസ്റ്റ് കുറഞ്ഞ, മൈലേജ് ഉള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ്. മൈലേജ് ഉള്ള ഒരു ക്വാളിറ്റി വാഹനം കേട്ടോ. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ് കേട്ടോ. നമ്മുടെ പിന്നെ പ്രീമിയം കാർ അല്ലേ, ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സീറ്റ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ ഫെസിലിറ്റീസും ആധുനിക എല്ലാ ഫീച്ചേഴ്സും വരുന്ന 2014 മോഡൽ 13 മോഡൽ ഡീസൽ വാഹനം കൂടിയാണ്. അത്യാവശ്യം മൈലേജും 320D വൈറ്റ് കളർ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്.
ഈ വണ്ടി നമുക്കൊരു 10:45 കസ്റ്റമേഴ്സിന് കൊടുക്കാം. ലോണ് അവൈലബിൾ ആണോ? പിന്നെ ലോണൊക്കെ ഇതിന് കിട്ടുമല്ലോ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. അപ്പൊ മാക്സിമം നമുക്ക് ലോൺ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ? സുഖമായിട്ട് ഒരു 10-12 ലക്ഷം വരെ 13 മോഡലിനെ കിട്ടുന്നു. ലോൺ കിട്ടാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഇന്നോവ നിർത്തുന്ന സമയത്തുള്ള 15 മോഡൽ 16 രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഭാഗം പോലും റീപ്ലേസ് ഇല്ലാത്ത ഒറിജിനൽ വണ്ടി. നല്ലൊരു കളറാണ് സിൽക്കി ഗോൾഡ്. ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2015 മോഡല് 16 രജിസ്ട്രേഷൻ. ഇത് ക്രിസ്റ്റ്യന്റെ അലോയിലിട്ടുണ്ട്. 80-90% ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത, എല്ലാ വാഹനങ്ങളുടെയും ഫ്രണ്ട് ഗ്ലാസ് 90% അതർ സൈറ്റ് ഫ്രണ്ട് ഗ്ലാസ്സിൽ മാറിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഫ്രണ്ട് ഗ്ലാസ് പോലും മാറിയില്ല. കറക്റ്റ് 2015 തന്നെയാണ് ഫ്രണ്ട് ഗ്ലാസ്. ഇതിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഗ്ലാസിന്. അത് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ ടയേഴ്സ് ആണെങ്കിലും അത്യാവശ്യം ടയർ ഉണ്ട്. നല്ല ബോഡി ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് കാണുന്നില്ല. 16 രജിസ്ട്രേഷൻ വരുന്ന 2 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. സർവീസ് ഉള്ളൊരു വണ്ടിയാണ്. 3rd ഓണറാണ് വണ്ടി ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. പ്രൈസ് കുറവിൽ ഇന്റർകൂളർ എഞ്ചിനാണ്. അത്യാവശ്യം മൈലേജും പെർഫോമൻസും ലഭിക്കും. ആ ഒരു പ്രൈസിന് നമുക്ക് ഈ വണ്ടി കൊടുക്കുകയും ചെയ്യാം. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ അടിപൊളി അട്രാക്റ്റീവ് സീറ്റ് അവർ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡുവൽ എയർ ബാഗ്. ഡാഷ്ബോർഡ് ഒക്കെ ഡാഷ്ബോർഡ് ഒരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. 13 ശേഷമുള്ള വണ്ടികൾക്കൊക്കെ ഒരു അടിപൊളി അട്രാക്റ്റീവ് ഡാഷ്ബോർഡാണ് വരുന്നത്. അത് മാത്രമല്ല അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. 7 സീറ്റർ ആണ് വാഹനം വരുന്നത്. 7 സീറ്റർ ആണ്. സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ പ്രൈസ് ആണ്. അതെ, ഈ 15-16 മോഡലിന് ഒരു 9-9.5 ലക്ഷം രൂപ ഇല്ലാണ്ട് NOCയിൽ കിട്ടൂല. ഹൈലൈറ്റ് പ്രൈസ് പറഞ്ഞോളൂ. നമ്മളെ മലയിൽ മീഡിയ പ്രേക്ഷകർക്ക് വെറും 7.25 ലക്ഷം രൂപക്ക് 2015 മോഡല് 16 രജിസ്ട്രേഷൻ കിടക്കുന്ന ഹൈ ക്വാളിറ്റി വാഹനം 7.25 ലക്ഷം രൂപ. ലോൺ വേണമെങ്കിൽ നമുക്ക് നമ്പർ ആയതിനു ശേഷം ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിനൊക്കെ നമ്പർ ആയി കഴിഞ്ഞാൽ ഒരു 8 ലക്ഷം രൂപ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. മോഡൽ കൂടിയ വണ്ടിയല്ലേ? മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. മോഡൽ കൂടിയ 16 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. അതെ. അപ്പൊ ഗൈസ്, എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? സെറ്റ് അല്ലേ? നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആണ്. ഒന്നും ഫിക്സ്ഡ് പ്രൈസ് അല്ല അല്ലേ? മാത്രമല്ല ഹൈ ക്വാളിറ്റി. നമുക്ക് ഈ BM-നൊക്കെ വേണമെങ്കിൽ 3 മാസം വരെ വാറണ്ടി കൊടുക്കാം. അത്ര ഗ്യാരണ്ടി. അതിപ്പോ ഈ എല്ലാ വണ്ടികൾക്കും ഫുള്ള് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഇവരൊരു ഈ വീട്ടുകാരെന്നെ ഒരു ഉറപ്പിലാണ് വണ്ടികൾ കൊടുക്കുന്നത്. അത്ര ധൈര്യത്തോട് കൂടി. പിന്നെ വീട്ടുമുറ്റത്ത് വെച്ചല്ലേ കച്ചവടം. നാളെ ഇവിടെ കിടന്നുറങ്ങണ്ടേ? അപ്പൊ നല്ല വണ്ടികളല്ലേ അവർ കൊടുക്കുള്ളൂ. തീർച്ചയായിട്ടും. നിങ്ങൾക്ക് മെക്കാനിക്കിനെ കൊടുത്തിട്ടോ എവിടെ കൊണ്ടുപോയി എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുത്താൽ മതി. ഈ പറഞ്ഞ പ്രൈസ് ഒന്നും കുറച്ചും തരും. പിന്നെ ലോൺ കിട്ടണമെങ്കിൽ നമ്പർ ആയതിനു ശേഷം. ഈ വണ്ടികൾക്ക് ലോൺ കിട്ടില്ല, അത് നമ്പർ ആയതിനു ശേഷമേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 വണ്ടി ഇതിൽ വണ്ടിയാണ്, 3 വണ്ടിയും ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ അത് ഈ വാഹനങ്ങൾ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വാഹനങ്ങൾ വേണമെങ്കിലും ഇവർ അറേഞ്ച് ചെയ്ത് തരും. ഒരുപാട് വണ്ടി വരുത്തി സ്റ്റോക്കും ഉണ്ട്. ഇവര് ഒരു പ്രത്യേകത ഇങ്ങോട്ടും വാങ്ങിക്കും. അതെ. അപ്പൊ നിങ്ങൾക്ക് വല്ല വണ്ടികൾ കൊടുക്കാനുണ്ടെങ്കിൽ നല്ല വിലക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രം. അത് പിന്നെ ഇവര് ചെക്ക് ചെയ്തിട്ട് എടുക്കുള്ളൂ. പക്ഷെ കൊടുക്കാനുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. വണ്ടി ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും തന്നെ ഇന്നത്തെ ചെറിയൊരു ഫാൻ ബേസ് എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. ഇതുപോലെ തന്നെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോളി. നല്ല ഓഫറുമായിട്ടും ഓഫർ വീഡിയോസ് കാണണമെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോട്ടോ. അപ്പൊ അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.